ദുരന്തർ 2 ഇറങ്ങിയതിനു ശേഷമാണ് എല്ലാവരും ഒന്ന് ഞെട്ടിയത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സർക്കാരും അസീം മുനീറും പാകിസ്ഥാൻ സൈന്യമെല്ലാം ഒന്നടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവച്ചു. കാരണം അജ്ഞാതർ പാകിസ്ഥാനിൽ ഒളിച്ചിരിപ്പുണ്ട്. അതായത് റോയുടെ ഏജന്റുമാർ പാകിസ്ഥാനിൽ ഒളിച്ചിരിപ്പുണ്ട്. അവരാണ് ഈ ഒരു അജ്ഞാതരുടെ വേഷം കിട്ടി ഒരു വിളയാട്ടമൊക്കെ നടത്തുന്നത് എന്ന് പാകിസ്ഥാന് മനസ്സിലായി. അതോടുകൂടിയാണ് അവർ ഒരു വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തി. റോഡിൽ കൂടെ പോകുന്നവരെ, സംശയാസ്പദമായിട്ട് കാണുന്നവരെ പരിശോധിക്കുന്നു. റോഡിൽ കിടക്കുന്ന ഭിക്ഷക്കാരെ അടക്കം അവർ പരിശോധിക്കുന്നു. എന്നിട്ടും അവർക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ പിടിച്ച ഭിക്ഷക്കാരൊക്കെ പാകിസ്ഥാനിൽ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ത്യയുടെ ഒരാളെയും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ പാകിസ്ഥാൻ സർക്കാരും പോലീസും ഒക്കെ ഇങ്ങനെ ആകെ ഭ്രാന്തി പിടിച്ചിരിക്കുന്നു. അവർ നാനാഭാഗങ്ങളിൽ പരിശോധന നടക്കുമ്പോഴും അജ്ഞാതർ അവരുടെ ജോലി കൃത്യമായി തന്നെ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയെ ഏത് രീതിയിലും ആക്രമിക്കുക എന്നൊക്കെ ആദ്യമേ തന്നെ, അത് മുംബൈ ഭീകരാക്രമണം, കാർഗിൽ യുദ്ധം, അങ്ങനെയൊക്കെ മുഖ്യ സൂത്രധാരനെ ബാത്റൂമിൽ തന്നെ തലയിടിച്ച്, അതായത് ദുരന്തർ 2 സീൻ, അതിലൊരു സീനുണ്ട്, ഒരു തീവ്രവാദി ബാത്റൂമിൽ തലയിടിച്ച് വീണ് കൊല്ലപ്പെടുന്ന ആ സീൻ പാകിസ്ഥാനിൽ വീണ്ടും ഒരു പുനരാവിഷ്കരണം അജ്ഞാതർ ചെയ്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി വരും ദിവസങ്ങളിൽ ഈ ദുരന്തർ 2 ഓരോ സീനും പാകിസ്ഥാനിൽ വീണ്ടും പുനരാവിഷ്കരണം നടത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ ശത്രുവും 2016 മുതൽ 22 വരെ പാകിസ്ഥാൻ ആർമി ചീഫും കാർഗിൽ യുദ്ധം, മുംബൈ, പുൽവാമ എന്നീ തീവ്രവാദ ആക്രമണങ്ങളുടെ സൂത്രധാരനുമായിരുന്ന ജനറൽ റിട്ടയർ മേജർ ജാവേദ് ബജ്വ ഫെബ്രുവരിയിൽ കുളിമുറിയിൽ തലയിടിച്ചു വീണ് ആശുപത്രിയിലായിരുന്നു. അയാൾ ഇപ്പോൾ ചത്തു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ദുരന്തർ എന്ന സിനിമയിൽ അജ്ഞാതിന്റെ കൂട്ടുകാരൻ, അതായത് പിണ്ട, എങ്ങനെയാണോ കുളിമുറിയിൽ തലയിടിച്ച് വീണ് ചത്തത്, ആ സീനിന്റെ ഒരു പുനരാവിഷ്കരണമാണ് പാകിസ്ഥാനിൽ നടന്നത്. ഇത് 2014 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ആത്മാഭിമാനമുള്ള മണ്ണിന്റെ മണമുള്ള RSS കാരൻ ഭരിക്കുന്ന ഇന്ത്യ. ഏത് വീട്ടിൽ ചെന്ന് വിളിച്ചാലും ആ വീടിന്റെ കതക് തല്ലി ചവിട്ടി പൊളിച്ച് 72 ഹോരിമാർക്ക് പണി ഉണ്ടാക്കി കൊടുക്കും. 1971, അതായത് 54 വർഷങ്ങൾക്ക് ചരിത്രത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൾ നടത്തിയ ഇന്ത്യൻ സൈനികർ എന്ന് വെച്ചാൽ 1971 93,000 പാകിസ്ഥാൻ സൈനികരെ കീഴടക്കിയ ഒരു ചരിത്ര വീര്യമുണ്ട് നമുക്ക്. ലാഹോറും ഇസ്ലാമാബാദും ആക്രമിച്ച് കീഴടക്കിയ അവരുടെ പിൻതലമുറ ഒന്നും മറക്കില്ല. ഫെബ്രുവരിയിലാണ് റാവൽപിണ്ടിയിലെ വസതിയിൽ ഖമർ ജാവേദ് ബജ്വ തലയിടിച്ചു വീണത്. പദവി ഒഴിഞ്ഞതിനു ശേഷവും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഖമർ ജാവേദ് ബജ്വ സജീവമായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നൊരു ആരോപണമുണ്ട്. സൈനിക മേധാവിയായിരുന്ന കാലത്ത് കുടുംബത്തിന്റെ സമ്പത്ത് ക്രമാതീതമായി വർദ്ധിച്ചതും വലിയ വാദമായിരുന്നു. 2016 മുതൽ 22 വരെ പാക് കരസേന മേധാവിയായിരുന്നു ബജ്വ. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലും ഭരണത്തിലും നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് അദ്ദേഹമെന്ന് പറയുന്നുണ്ട്. ഇമ്രാൻഖാൻ സർക്കാരിന്റെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയതിന് പിന്നിൽ ജനറൽ ബജ്വയുടെ കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് അവാമി മുസ്ലിം ലീഗ് മേധാവി ഷെയ്ഖ് റഷീദ് അഹമ്മദ് മുമ്പ് ആരോപിച്ചിരുന്നു. തന്റെ ഭരണകാലത്ത് ബജ്വയെ വിശ്വസിച്ചത് വലിയ തെറ്റായി പോയെന്ന് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പലതവണ വ്യക്തമായിട്ടുണ്ട്. തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ബജ്വ ഗൂഢാലോചന നടത്തിയെന്ന് ഇമ്രാൻഖാന്റെ പരാമർശങ്ങൾ പാകിസ്ഥാന്റെ പ്രമുഖ പത്രമായ ഡോൺ ആണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്.